കാണാമോ സംഭവിക്കാൻ പോണു. അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ വീട്ടില് എന്തായിരുന്നു റിയാക്ഷൻ? എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്മസ് ഡെക്കോർ ചെയ്യാൻ പോകുന്നു, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അതെ. അപ്പം നമ്മളിതാ ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ടാട്ടോ ഇൻട്രോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ റാസിക്കുണ്ട്. ഓക്കെ, നമുക്കൊരു പ്ലാൻ ഉണ്ട്. വീട്ടിൽ കുറച്ച് ടാസ്ക് കിട്ടുന്ന പ്ലാനാണ്. അതായത് എനിക്ക് ഓൾറെഡി ഉള്ളതായിരുന്നു. ഇവളെന്താ ചെയ്യാ, ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ വീട്ടിലേക്ക് കയറാൻ പറ്റൂലല്ലോ. പക്ഷെ അവിടെ ഇവളെ അല്ലേ ക്രിസ്മസ് അപ്പൂപ്പനാക്കിട്ട് കൊണ്ടുപോകല്ലേ സീബ? എന്തേ നടക്കുന്നെന്തെങ്കിലും പറയോ? അല്ല, വെറുതെ അതല്ല പറയോ, ഇത് നടക്കല്ല. നല്ല പ്രശ്നം കിട്ടും. നല്ല ചീത്ത കേൾക്കും. വെറുതെ വീട്ടിന്റെ ചീത്ത മേടിക്കാൻ എന്തോ റോഷന് ഭയങ്കര ഇഷ്ടം. ഇന്ന് ഓൾറെഡി നല്ല ചീത്ത കേട്ടിരിക്കാണ്. അതെ. അപ്പൊ എന്തായാലും നമുക്കിത് പോയി നോക്കാം. നോക്കി നോക്കണേനിപ്പോ എന്താ അല്ലേ സൈബ? സൈബ ഒന്നും കാരണം എന്താ പറയാ, ഓൾറെഡി ഞാനില്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് കേൾക്കാൻ വയ്യ. അല്ല, കുഴപ്പമില്ല, നിങ്ങൾ ഇട്ടാ മതി. ഞാൻ ജസ്റ്റ് കൊണ്ടു നോക്കാം. ഞാനില്ല, റോഷന വേണമെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ കൊണ്ടുപോയിക്കോ. ഓക്കെ, എന്തെങ്കിലും നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അതെ, നമ്മളിതാ എവിടെ 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 ഇതാണോ നിന്റെ ഹൈപ്പർ മാർക്കറ്ററോ? ഇവന്റെ തള്ളി കേട്ടപ്പോഴേ എനിക്ക് ഫീൽ ചെയ്തു എന്തോ ടൈപ്പാണ്. അല്ല, ഇതെന്താ അറിയോ, നമ്മൾ സാധാരണ ഒരു സ്ഥലത്തും മേടിക്കണമില്ല. ഇവിടെ അതിന് ഞാൻ പറഞ്ഞിട്ടെ, ഇന്റെ ഒരു ഇതെന്താ പറഞ്ഞാല്, നമ്മൾ താഴെ തട്ടി നിന്നും മുകളിൽ വരെയുള്ള എല്ലാ ട്രേഡേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. സോ ടൗണിന്ന് തുടങ്ങും നമ്മള്, അല്ലേ? അത് നല്ലൊരു തീരുമാനമല്ലടാ. എല്ലാവർക്കും ജീവിക്കണ്ടേ, എല്ലാവർക്കും പണി വേണം, എല്ലാവർക്കും ജീവിക്കും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടുന്ന്, അതാണ് എക്കണോമിക്കലും കുറച്ചുകൂടി നല്ലത്. അപ്പൊ എക്കണോമിക്സും നമുക്ക് പഠിക്കാൻ പറ്റുമോ? മനസ്സിലല്ലേ? എന്നാ ഇറങ്ങി എന്താണ് ഇതിനെ കൊണ്ടുള്ള വേറൊരു ഗുണം കൂടി എന്താന്ന് പറഞ്ഞാല്, നമുക്ക് കുറച്ചുകൂടി ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്ത് എങ്ങനെ സാധനം മേടിക്കുക, കുറച്ച് പേശി മേടിക്കുക എന്നൊക്കെ ഉള്ളതിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ ആണ്. ഏത് മനസ്സിലാവുണ്ട്? നിന്നെ തൊപ്പിട്ടിട്ട് മനസ്സിലാവുണ്ട് നോക്കാം, അല്ലേ സൈബ? അതെ നല്ല രസമുണ്ട് കളിയില്ലേ. ഇവിടെ കരോളിന് വിട്ടാലോ നമുക്ക്? ചെറുതുണ്ട്, വലുതുണ്ട്, ഏത് സൈസും ഉണ്ട്. നമുക്ക് മൂന്നാക്കും ഓരോ സൈസ് എടുത്താലോ? പറയാ വേണ്ട സൈബ, മൂന്നാക്കൂട്ടാ. അപ്പൊ വേറെ മനസ്സിലാവൂലേ? മൂന്നാളോ ഇട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവൂലേ? ആവൂലേ? അൻ്റെതിൽ എടുക്കണം, സൈബന്റെയിലും എടുക്കണം. എന്തായാലും സൈബക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് ഇട്ട് പോവാ. ക്രിസ്മസിന്റെ പരിപാടിന്റെ ഒരു ദിവസം അടിപൊളിയല്ലേ? അടിച്ചാല് അത് നമുക്കൊന്ന് വീഡിയോ ചെയ്യണം കേട്ടോ, അവളെ സ്കൂളിൽ കൊണ്ടുപോകണത് ക്രിസ്മസിന്റെ ഇതിന്. നമുക്ക് ക്രിസ്മസിന് അങ്ങനെ പോയാലോ? നിന്റെ സ്കൂളിൽ സർപ്രൈസ് ആയിട്ട് പോവാ എല്ലാവർക്കും. ചോദിച്ചോക്കാം നമുക്ക്. ഈ ചോദിച്ചോക്കട്ടാ, എന്നിട്ട് പറയണേ. ഓ ഡ്രസ് കാ കിട്ടുന്ന 200 മലയാളം പഠിച്ചടാ. ഡ്രസ് കാ കിട്ടുന്ന സെറ്റ് 0 नंबर वाला 200 0 नंबर वाला 200 है, और 1 नंबर वाला 250, 2 नंबर वाला इसका वाला वो 450 है. 450 बहुत ज्यादा है, वो छोड़ दो. इसका कितना? इसको 300. तो शॉप में भी परचेस करना जाना है, ठीक है? तो और सामान लेने के लिए सो इधर से हम लेना क्या, तो क्वालिटी बहुत उतना क्वालिटी है അല്ലേ? അത്ര ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഹിന്ദികളെ ഞാൻ എന്നെ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ऐसा क्वालिटी वाला सामान शॉप के अंदर हमको मालूम है ये क्वालिटी क्या है, वो क्वालिटी क्या है, बट मगर ये डेली हम नहीं पहना ले जाना क्योंकि कोई नो प्रॉब्लम ले.
आपको तीनों का 1000 कर देगा. നമുക്ക് നോക്കാം എത്രയായി നമ്മൾ ഇതാക്കുന്നു. ഇപ്പൊ 400 പറഞ്ഞ് 300 ഇന്ത്യയിൽ 400 ആയിരിക്കും 800 1100 വരുന്ന സാധനം 1000 1200 रुपया करेगा. നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് നമുക്ക് എക്കണോമിക്കൽ എന്ന് വെച്ചാൽ അതില് അല്ല നമുക്ക് ഏതാ ഓക്കെ എന്നുള്ള മൈല് നമുക്ക് കുറച്ച് ചീപ്പ് ക്വാളിറ്റിയാണ്. അതായത് ചീപ്പ് ക്വാളിറ്റിക്ക് ഇത്രയും പ്രൈസ് ഹൈ ആണ്. അതായത് ഭയങ്കര നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം 1 2 അല്ലേ ഇതില് 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഇടാനുള്ള സാധനല്ലേ. പിന്നെ സൈബക്ക ക്രിസ്മസിന്റെ ഇടയിൽ ഇതാക്കാൻ അത്രേ ഉള്ളൂ. പിന്നെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതെ ഡിസ്പോസിബിൾ ഇത് യൂസ് ചെയ്ത് നമ്മൾ ത്രോ ചെയ്യുള്ളൂ. അപ്പൊ അതിനുള്ള ക്വാളിറ്റി ഉള്ളു ആ സാധനം. ഭയങ്കര അത്ര മതി ക്വാളിറ്റി. അതെ അതെ. പക്ഷേ ഇത് ഓവർ പ്രൈസ്. അപ്പൊ അതാ നമ്മള് പറഞ്ഞ അതായത് നമ്മൾ ഇറങ്ങുന്ന മാതിരി കാഴ്ച ബാർഗയിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ചെയ്ത് ഞാൻ വിചാരിച്ചു ഒരു തരുണ്ടാവില്ലാന്ന്. പിന്നെ ഒരു തരൂ. അതെന്താ അറിയോ വേറൊരു കാര്യമുണ്ട്. ഈ റേറ്റിനുള്ള ക്വാളിറ്റി അതിനുള്ളൂ കേട്ടോ. ഡിസ്പോസിബിൾ ടൈപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഏകദേശം ആ റേറ്റ് ആണ് അതിന് വരുന്നത്. അതുകൊണ്ടാണ് ഞാനും വണ്ടി കയറിയത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കാണ്. ഞാൻ വിൻ ചെയ്തു. നോക്കൂ ഗൈസ് പൂര ഹം വാങ്ങി ഹേ. ഇനി കുറച്ച് സാമാൻ ഹേ ബാക്കി ഹേ അല്ലേ പോലെ. നല്ല പ്രൈസിംഗിൽ കിട്ടിയിട്ടാ എല്ലാ സാധനം കൂടെ. ഓക്കെ എടാ നമുക്ക് ഇനി ഇവിടുന്ന് മേടിച്ചാ പോരെ സാധനം രാമനാട്ടിൽ. ഓക്കെ രാമനാട്ടുകരക്ക് പോവാം. അവിടെ ഉണ്ടോ ഷോപ്പ് ഉണ്ടോ? അവിടെ ഉണ്ട്. അവിടുന്ന് നമുക്ക് വീട്ടിൽ നിന്ന് നേരെ സാധനങ്ങൾ എടുക്കാനും പോവാം. ഓക്കെ ആ ലൈറ്റ് ചെയ്യണതാണ് നമ്മളടുത്ത് ഉണ്ടായിരുന്നില്ല ദീപ കഴിഞ്ഞ പ്രാവശ്യം. അത് ലൈറ്റ് ചെയ്യൂലായിരുന്നു. ആ കഴിഞ്ഞ പ്രാവശ്യം അത് ഡെക്കോർ ചെയ്യാൻ പറ്റും. ഓക്കെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച സൈബ ഈ വിൽപ്പല്ലായിരുന്നോ അല്ലേ? ആണോ? ഓക്കെ അത് 2 എണ്ണം. ഇതിങ്ങനെ അത് കൊടുത്തോളി. ഇത് പിന്നെ കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് സാധനം. ഇത് അതെ ഞാനും കണ്ണട എടുത്തു. അല്ല ഇത് ഒന്നും മതി ബാക്കിയുണ്ട് അതിലിട്ടുണ്ട്. ക്യാപ്പൊക്കെ എടുത്ത് മേടിച്ച് അതിങ്ങനെ താഴ്ത്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് മൂപ്പര് നല്ല രസമല്ല നോട്ടെ. വാ ഇതും ഗ്രീനും കൂടി ആക്കിയാലോ? ഇത് മിക്സ് ചെയ്ത് കൊടുത്തല്ലോ. ഓക്കെ ഇത് റെഡ് ഏതാ റെഡില്ല. അത് എടുത്തു. ഇത് ഓടി വരുന്നു എന്താ നോക്കാം. ഇതൊക്കെ ഈ 2 ടൈപ്പ് എടുത്തിക്കണ്. ഈ 2 ടൈപ്പ് ഇതും ഓക്കെ. ഇത് പോരെ എത്ര പോരെ താഴത്തിട്ട് കൊടുക്കാന്? ഓക്കെ വടി എന്തിനാ? സ്റ്റാർ ഉണ്ടോ അവിടെ? എന്താണ് ഇപ്പൊ ഈ വടി എടുക്കണോ? നമ്മൾ അപ്പൂപ്പനെ കൊടുക്കാന്. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ ക്രിസ്മസ് പർച്ചേസ് അല്ലേ ആണല്ലേ? ഇന്ന് നടക്ക്. ഇതിട്ടിട്ട് നമുക്ക് ഉമ്മനെ പറ്റിക്കാനുള്ളത് അവിടെ പോയിട്ട്. എനിക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ മുണ്ടെടുത്തിട്ടോ സീബ പറയരുതേ. നല്ല മയക്കാറില്ലേ പുറത്ത് ഇരുടായ പോലെ. സീബ പറയരുതട്ടോ. അന്നെ നമ്മള് പുറത്തേക്ക് നമ്മൾ അടുത്ത മാസം ഗുജറാത്തിൽ പോകുമ്പോ കവറിലൊക്കെ ഏതായാലും ക്രിസ്മസിന്റെ സാധനം വാങ്ങി. ഇനി ഉമ്മക്കും സൈബക്കൊക്കെ എന്നും മുട്ട കിട്ടാൻ വേണ്ടി നമ്മള് കോയിനെ വാങ്ങിക്കൊടുക്കാണ്. വീട്ടില് ഞാനും പ്രാവശ്യം ഉണ്ടാവുമ്പോ വേറെ കോയിന്റെ ആവശ്യമില്ല. അതെ കളർ കോയി ക്യൂട്ടാണ്. പക്ഷെ അതിനെക്കാട്ടി ഇത് നിക്കും. കളർ കോയും സൈബ ഒരാഴ്ച കൊണ്ട് ആ കളറ് വെള്ളാവും അല്ലേ? അതെ 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 അണ്ണാ இந்த நாடன் கோழி இது நாடன் கோழி கிரிராஜ் நாடன் கோழி எனக்கு ஒரு ஜோடி இந்த கோழி 5 எண்ணம் கொடுங்க அண்ணன் கண்ட அண்ணன் சிரி கண்டிட അതെ ഇതാ இந்த கோழி இந்த ஆணு வந்து இந்த கோழி പെണ്ണ് വന്ന് ഏതിനെടുക്കുക സൈബ വൈറ്റ് എങ്ങനെയുണ്ട്? ഏത് ഈ വൈറ്റ് അല്ലേ? ഈ വൈറ്റ് ആണോ? ഇന്ന വൈറ്റ് നല്ല രസം. അല്ല അത് ആണ് 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 ആണ്. എന്നാ അത് എടുത്തുക. കണ്ട അണ്ണൻ തന്നെ നമുക്ക് നല്ല പെൺകുട്ടി അല്ലേ? നല്ല കിടിലൻ അല്ലേ?
அப்போ நல்ல சைஸ் இல்ல ஆமா அதுதான் நீங்களும் சந்தோஷமா கொடுக்கணும் அதுதான் நமக்கு ഇഷ്ടം അണ്ണൻ നമ്മളോട് 1200 പറഞ്ഞു ഇത് മൊത്തത്തിൽ ഇട്ടാ അതായത് 5 അതും 600 600 പറഞ്ഞു അപ്പൊ ഞാനത് പറഞ്ഞു 1000 രൂപ അല്ലേ 1000 രൂപ അണ്ണൻ പറഞ്ഞു എന്ത് ഓക്കെ അണ്ണനും ഹാപ്പി ഞാനും ഹാപ്പി അറിയാ നല്ലൊരു ഐഡിയ ഹാപ്പി ഒക്കെ അവിടെ വെച്ചേക്ക് അതാ മിക്കവാറും കീശയിലിട്ട് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു അങ്ങനത്തെ നമുക്ക് ഇഷ്ടാവും പിന്നെ ആർക്ക് ഇമ്മക്കും ഇഷ്ടാവും ഇതിപ്പോ ഇന്നെ കേറ്റാൻ വേണ്ടിട്ട് അനക്ക് ചീത്ത കുറയ്ക്കണത് നമുക്ക് ചീത്ത കുറയ്ക്കണോ കുറയ്ക്കാം നമുക്ക് ഓക്കെ സൈബ നമ്മളടുത്തുണ്ടായിരുന്നില്ല പണ്ട് ഞാൻ സൈബക്ക് പണ്ടില്ലടി ഒന്നിനും മേടിച്ചു കൊടുത്തിന്ന് എന്നിട്ട് ഇത് വലുതായിട്ട് എങ്ങനെ അറിയാം എല്ലാരും ഓടിക്കും അല്ലേ കൊത്തിട്ട് ഓടിക്കും അങ്ങനത്തെ കൊയ്യുന്നു എനക്കള്ള അണ്ണാ സ്കാനർ കൊടുക്ക ആ നമ്പർ പോതും ഓക്കെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഒരു അബദ്ധം പറ്റി അതായത് ഈ 2 പൊട്ടന്മാരോട് നമ്മൾ പറഞ്ഞാണ് ഇന്നലത്തെ അതേ ഡ്രസ്സ് ഞങ്ങൾ ഇന്നലെ വാങ്ങിയത് വൈകുന്നേരമായില്ലേ സാധനമൊക്കെ പർച്ചേസ് കഴിഞ്ഞപ്പോ ഭയങ്കര ലേറ്റ് ആയി അപ്പൊ നമ്മള് പറഞ്ഞാണ് ഇന്നലത്തെ അതേത് പക്ഷെ രണ്ടാളും അതെ തിരുമ്പി അപ്പൊ അത് ഞങ്ങള് മാത്രം അതന്നെ അപ്പൊ വിചാരിക്കട്ടോ പെട്ടെന്ന് എങ്ങനെ മാറിയിട്ടുണ്ട് എന്തിനാ ഇപ്പൊ ഗിരിരാജ കോഴിനെ വാങ്ങിയത് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലോ 2 ഗിരിരാജ കോഴിയോ എക്സ്ട്രാ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ നീയും റാജു പിന്നെ എന്തിനാ സോ ഫൈനലി വീട്ടിലേക്ക് പോണ വഴിയാണ് നമ്മൾ IOSന്റെ അവിടെ നിൽക്കുകയാണ് അപ്പൊ മറിയതാ അവളെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം ഇട്ടോണ്ടിരിക്കുകയാണ് എന്താ ഉണ്ടാവാതെ അറിയൂല അവസ്ഥയായിരിക്കും അല്ലേ എന്നും നെഞ്ചോട് തല കിട്ടും പക്ഷെ തണുപ്പിക്കാനുള്ള കുറച്ച് നുണുക്ക് സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് എന്നാലും നോക്കാം നമുക്ക് അല്ലെ സൈബ് മോളെ സൈബാണ് ഇതിന്റെ ഒക്കെ സൈബാണ് കേട്ടോ ഈ ഐഡിയ പറഞ്ഞത് സൈബ് ഈ ഐഡിയ പറഞ്ഞതിനോട് നമ്മളിത് ചെയ്തത് നമ്മുടെ അപ്പൂപ്പ റെഡി ആയിട്ടുണ്ടല്ലോ സൈബ സൈബ എങ്ങനെയുണ്ട് വടി പിടിച്ച് കണ്ടില്ല കണ്ടല്ലേ കണ്ടോ അതെ ഒന്ന് പൊക്കിക്ക അത് പൊക്കിക്ക കേറ് വണ്ടി കേറ് പോവല്ലേ സീബ റെഡി അല്ലേ എന്തൊക്കെ കാണാവോ സംഭവിക്കാൻ പോണത് എനിക്കൊന്നും അറിയില്ല ഇത് സൈബന്റെ ഐഡിയയാണ് എന്റെ ഐഡിയ അല്ല റെഡിയല്ലേ ഇത് എന്റെ മാത്രം ഐഡിയ അല്ല ഇത് റോഷന്റെ മാത്രം ഐഡിയ ആണ് എന്ത് വന്നാലും സ്വന്തമായിട്ട് ഏറ്റെടുക്കുക കേട്ടോ മംഗൾത്തമ്മണ്ട് അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ വീട്ടില് എന്തായിരുന്നു റിയാക്ഷൻ അത്യാവശ്യം നല്ലോണം വയറ് നിറച്ച് റോഷന് കിട്ടി അത് പോരാത്തതിന് അതൊന്നാമത് എന്താ അറിയോ ഇതില് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ചെറിയ കാര്യത്തിന് ഈ എന്തെങ്കിലുമൊക്കെ ഇതാക്കുമ്പോത്തിന് ഈ നമ്മളെ അറിയണവരും മറ്റവരൊക്കെ ഉണ്ടാവും ഇങ്ങനെ കുറെ ആൾക്കാർ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വീട്ടുകാരോട് പറയാന് ഞാൻ ആലോചിക്കാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ കുടുംബക്കാരെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അറിയുന്ന ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞിട്ടെ അവരോട് ആൾക്കാര് ചോദിക്കാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാണ് മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെട്ടിട്ട് അവർക്ക് എന്ത് കിട്ടും അതുപോലെ അല്ലേ ആ ചേച്ചി പറയുമ്പോ ഞാൻ പറഞ്ഞു അത്രയും ചീപ്പ് സാധനം തന്നെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഒരുത്തണ്ടല്ല ഓന് ശരിക്കും ക്ലോത്തിങ്ങിനെ കുറിച്ച് എല്ലാം അറിയണോനാ ആ എന്നിട്ട് ഓന് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റണില്ല അതെ നമ്മൾ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് വാങ്ങിയത് അപ്പൊ പെടാൻ നിക്കണ്ട എന്തായാലും ഞാന് നല്ല ക്ലോത്തിന്റെ അല്ലേ ഇവിടെ എന്തായാലും ടാഗ് പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം മൊത്തം എത്ര കോഴിയായി ഇപ്പൊ അമ്മ 5 അത് 7 കോഴി മുകളിലൊന്ന് കിടക്കണതോ റൂമിൽ കിടക്കണ്ടല്ലോ അപ്പൊ 8 കോഴി 8 കോഴി ഉണ്ട് അവിടെ അതാ റാശി ഷോപ്പില് ആ വേറെ ഒന്നും വിചാരിച്ചിരുന്നു അത് നടക്കൂല അത് ഇവര് സമ്മതിക്കൂല അത് കേറ്റണില്ല അപ്പൊ സമ്മതിക്കുന്നില്ല ഇത് 5 മുട്ട 5 മുട്ട എനിക്ക് ഡെയിലി വെച്ച് തരണം നിങ്ങൾക്ക് ഒരാൾക്ക് തരൂല 5 എണ്ണക്ക് ഡെയിലി കിട്ടും ഇതാ നാളല്ല കുറച്ച് ദിവസം ഇത്തിരി അരി ഇത്തിരി വീഴുന്ന ചോറ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് മുട്ട ഇങ്ങനെ ഓരോന്നും ഓരോ മുട്ട വെച്ചിട്ട് തരും അപ്പൊ 5 മുട്ട വെച്ച് തരണം ഇപ്പൊ ഒരു ദിവസം ഞാൻ വന്നില്ല വിചാരിച്ചോളി എടുത്തു വെക്കണം പിറ്റേ ദിവസത്തേക്ക് 10 മുട്ട കിട്ടണം ആ
അഞ്ച് മുട്ട ഒരു ദിവസം 5 മുട്ട. അല്ല 5 മുട്ടന്റെ കോഴി ഉണ്ട്. ഇതാ ഇതിന്നൊന്നും കിട്ടും. അത് നാടൻ മുട്ടയാണ്. നാടൻ മുട്ട ഇല്ലാത്ത പരിപാടിയില്ല. 5 ഗിരിരാജൻ മുട്ട. ഞാൻ ചോദിക്കട്ടെ, 5 മുട്ട ഡെയിലി കിട്ടുന്ന പറഞ്ഞു അല്ലേ? ഇവിടെ നല്ല നായ്ക്കളുണ്ട്. ഒരു ഈ ഉള്ളിക്കോയൊക്കെ ആകാൻ വേണ്ടിട്ടൊക്കെ ചിലപ്പോ ഒരു ഉള്ളിക്കോയൊക്കെ വെക്കാൻ കൊണ്ടുപോയിക്കൂടായില്ല. അപ്പം മംഗലത്തമ്മനോ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടീമുണ്ട്. ഒരു ടീമിനും ഇവിടെ കൊടുക്കണ്ട കേട്ടാ. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഓർക്കൊന്നും കൊടുക്കണ്ട. അത് വിട്ടേക്ക്, ഇവിടെ പറ്റൂല പരിപാടി. അത് പറ്റൂല. അതന്നെ മനസ്സിലിരിപ്പ് ശരിയില്ല, അതുകൊണ്ട് പറ്റൂല. കാരണം ഒരു അപ്പൂപ്പന് ഇവിടെ കയറാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കയറാറ്. അല്ലേ, എന്തോ ഒരു പ്രശ്നമാണെന്നറിയോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതൊരു എന്താ പറയാ, എന്തായാലും അതന്നെ ഇരിക്കുന്നത്. അപ്പൂപ്പന്, ഞങ്ങളപ്പൂപ്പന് AC യിലിരിക്കുകയാണ് ഇപ്പൊ. ഞാൻ ഐസില് ഒന്ന് ചെറുതായിട്ട് ഇതാക്കാൻ വേണ്ടിട്ട് ഇമ്മന്റെ എന്തായാലും കിട്ടുന്ന ഉറപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് മംഗലത്തമ്മനെ ഇതാക്കി. മംഗലത്തമ്മ പറഞ്ഞെടുത്ത് പിന്നെ ഞങ്ങളുടെ തമ്മിൽ ഇതായി പ്രശ്നമായി. അതെ 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 ഇങ്ങള് പൊയ്ക്കോളൂന്ന് പറയൂലേ ഉമ്മ? അങ്ങനെ പറയാൻ പാടുണ്ടോ മംഗലത്തമ്മനെ? പറയാൻ പാടുണ്ടോ? നിങ്ങള് പൊയ്ക്കോളി. നിങ്ങൾ ഇത് നിങ്ങൾ ഒന്നില്ല, നിങ്ങൾ ആലോചിക്കും നിങ്ങളെ പെറ്റമ്മല്ലേ? ഞാൻ പെറ്റമ്മനോട് ആ ഒരു പറ്റത്തിൽ തന്നെ നിങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ കിടന്ന സ്ഥലം വരെ എടുത്ത് ഒഴിവാക്കിയത് നിങ്ങൾക്ക് ഉമ്മാണെന്ന് തോന്നുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞിട്ട്, ഒരു വീട്ടിലാവുമ്പോ അവിടെ തല്ലുംപിടി ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടിരാതെ കേട്ടാൻ പറ്റില്ല. അല്ല പൊരേ കേട്ടിടില്ല. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ ഞാൻ എന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കാം. അപ്പൊ ശരിമ്മ 5 മുട്ടട്ടാ, എന്നും 5 മുട്ട. അപ്പൊ നാളെ മുതൽ എന്നും 5 മുട്ട കിട്ടാനുള്ള വകുപ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും സ്വയം പര്യാപ്തമാവുക. അതായത് എല്ലാവർക്കും പ്രോട്ടീൻ വേണം. മുട്ട ഡെയിലി ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക. എന്താണ് അമ്മ പറഞ്ഞിട്ടില്ല എനിക്ക് ചീത്ത കേൾക്കണം. ചീത്ത കേൾക്കുന്നത് നല്ലതല്ല. സ്വന്തം അമ്മന്റെ കയ്യിൽ നിന്ന് കേൾക്കുന്നതിൽ എനിക്ക് അഭിമാനമുള്ളൂ. പക്ഷെ ചെയ്യുന്ന കാര്യം ഒരു ഇതും ഇല്ലാത്തമായിട്ട് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും എന്തിനാ പറഞ്ഞു. അങ്ങനെ പാവം തോന്നും ചെയ്യും. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ അത് പറയും. ഏത് കാലത്ത് ഈ നന്നാവും അതിനല്ലേ വളരെയല്ലേ, വളരും തോറും നമ്മള് എന്താവും ഓരോന്ന് പഠിച്ചു വരുന്നതാണല്ലോ. അപ്പൊ ശരി, എന്തായാലും അസ്സലാമു അലൈക്കും. അപ്പൊ കോഴി നോക്കിട്ടാ ഞാൻ എണ്ണം വെച്ചിക്കണേ, എല്ലാത്തിനും ഇതാക്കി വെച്ചിട്ട് ഉമ്മ ഇമ്മെന്താണിത്? മംഗലത്തമ്മ വയസ്സാ കാലത്തേക്കൊക്കെ ഒരു അപ്പൂപ്പനെ കാണാതായില്ലേ? അല്ല കോഴി മുട്ടട്ടാ, മുട്ടിട്ട് 4 മുട്ട ഇപ്പൊ തന്നെ ഇട്ടത്. അപ്പൂപ്പൻ ഹേ क्रिसमस अप्पूपन. आपका जगह में क्या बोलेगा? आपका जगह में क्रिसमस अप्पूपन को क्या बोलेगा? है क्लोज हो? हमको मालूम नहीं है. ये देखा नहीं पहले? वो देखा? इसको क्या बोलता आपका उधर? ഡാൻസ് ഞാൻ ആരോടെ ഈ ചോദിച്ചത്? എന്നെ പറഞ്ഞാ മതി. ശരി സഹി ഹൈ ഭായി, ഓക്കെ ठीक है. इनको हमको रूम है तो हमको सामान लेना है, सामान पूरा ले लो. ഹലോ സോറി, ഷൂട്ടിന്റെ ലൈറ്റ് അതൊക്കെ കൂടി എടുക്കണം. പോവാ. ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ട് പണി എടുപ്പിക്കുകയാണല്ലോ അല്ലേ? ട്രീ എടുക്കണം, അത് അവിടുത്തെ സാധനം എടുക്കണം, ലാപ്പ് എടുക്കണം, കുറെ പണിയുണ്ട്. ഉള്ളട്ടോ നീ അപ്പൂപ്പനായിട്ട് കരോണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കും. 4 കുട്ടികളെ നമുക്ക് വാടക എടുത്താലും നാളെ ബംഗാളിനെ വാടക എടുത്ത് ചെയ്താലോ? കരോളിന് അന്റെ കൂടെ വരാന് എന്താണ് എന്താ സംഭവം? അപ്പൊ നമുക്കത് ഒരു പ്ലം കേക്കിന്റെ ഷൂട്ട് ഉണ്ട്, പ്രൊമോഷൻ ഷൂട്ട് ഉണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഇത് അവിടെ റൂം എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും
എന്തായാലും ഒരു സമ്മതിച്ചാൽ വെച്ച് നമ്മള് പുറത്ത് കോമ്പൗണ്ടിൽ കയറാന്ന് വിചാരിച്ചത്. അപ്പൊ അത് പറ്റിയില്ല. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളിൽ ചെയ്യണം. അപ്പൊ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ് നമ്മള്, അല്ലേ? മറിയ കണ്ടിട്ടെ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്യേ എങ്ങനെയുണ്ട് മറിയന്റെ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടോ. നല്ല രസമുണ്ട്. രസമുണ്ട്. നോക്ക്, നീ അതില് നോക്ക് എങ്ങണ്ട്. ഇതാവുമ്പോ തട്ടത്തിന്റെ പ്രശ്നവും ഇല്ല. ആലോചിക്ക് ഇല്ലല്ലോ. കാരണം എന്താ, ഓൾറെഡി തൊപ്പി ഉണ്ടല്ലോ. നമ്മുടെ കൂടെ നമ്മളെ റാസിക്കുണ്ട്. അതുമില്ല. അതെ അതെ, വേറൊരു കാര്യമുണ്ട്. ആ അപ്പൂപ്പൻ പോയിട്ട് വേണം ഇനി അടുത്ത ഒരു ആളല്ലേ വരുന്നത്. ചെറുപ്പക്കാരനാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇല്ല, സിംഗിളാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇതുവരെയായിട്ട് മൂപ്പര് വൈഫിനായിട്ട് വന്നിട്ടില്ലല്ലോ. അതെ അതെ, വൈഫിനായിട്ട് വന്നില്ലല്ലോ ഇതുവരെയായിട്ട് ക്രിസ്മസ് അപ്പൂപ്പ. ആ അതന്നെ, ഇതുവരെ ചെയ്തതാ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഇനിയും സാധനം നിറയാട്ടോ. ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇനിയും സാധനങ്ങൾ. അടി ഈ സാധനൊക്കെ എന്നാ, ഈ കുരു അത് നോക്ക്. ഇനിയുണ്ട്. എന്ത്? ഓ, അങ്ങനെ ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നില്ലേ. വർക്ക്, അതിന്റെ ഇടയിൽ നമുക്ക് ഷാവുലിന്റെ അവിടെ, ഷാവുല് പുതിയൊരു ഔട്ട്ലെറ്റ് കേക്ക്, നാവല്ലി കേക്കിന്റെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അവിടെ പോവാണ്ടത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിലെത്തി. റൂമൊക്കെ ഫുള്ള് ആകെ അലമ്പാണ്. അതെ, ഓക്കെ, നമ്മള് ടയേർഡ് വേണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ, അല്ലെ? ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേക്കാം, അല്ലെ? അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാത്തവരിക്കും ബൈ ബൈ.